വെജി വില്ല ഒരു മാന്ത്രിക ഗ്രാമമായിരുന്നു. ഒരു കൂട്ടം പച്ചക്കറി സുഹൃത്തുക്കൾ ഒരുമിച്ചായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വവും സ്വപ്നവും ഉണ്ടായിരുന്നു. ടോമി എന്ന തക്കാളിക്ക് ഏറ്റവും ജ്യൂസിയസ്റ്റും ചുവപ്പ് നിറവുമുള്ളതുമാകാൻ ആഗ്രഹിച്ചു. സാമി എന്ന മധുരക്കിഴങ്ങ് ഏറ്റവും മധുരവും ക്രീമിയുമാവാനായിരുന്നു ആഗ്രഹം. ചാർലി എന്ന ക്യാരറ്റിനാവട്ടെ ഏറ്റവും നീളമേറിയതും കളർഫുള്ളും ആവാനായിരുന്നു ആഗ്രഹം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഓൾഗ എന്ന ജ്ഞാനിയായ ഉള്ളി ഒരു മഹത്തായ മത്സരം പ്രഖ്യാപിച്ചു. ഗോൾഡൻ ലീഫ് അവാർഡ്. ഏറ്റവും വലുതും രുചികരവും അസാധാരണവുമായത് വളർത്താൻ കഴിയുന്ന പച്ചക്കറിക്ക് സമ്മാനം ലഭിക്കും. മത്സരം ആരംഭിച്ചു. പച്ചക്കറികൾ കഠിനാധ്വാനം ചെയ്തു. ടോമി സൂര്യനെ നനച്ചു. സാമി മഞ്ഞുതുള്ളികൾ കുഴിച്ചു. ചാർലി ആകാശത്തേക്ക് നീണ്ടു. എന്നാൽ അവർ വളർന്നപ്പോൾ അവർ തങ്ങളിൽ തന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങി. ടോമി സാമിയെ ചെറുതായൊന്ന് കളിയാക്കി. ചാർലി മെലിഞ്ഞതിന് സാമി കളിയാക്കി. ടോമിയുടെ മെലിഞ്ഞ ചർമ്മത്തെ നോക്കി ചാർലി ചിരിച്ചു. പൂന്തോട്ടം അസംതൃപ്തിയും അസന്തുഷ്ടതയും കൊണ്ട് നിറഞ്ഞു. അപ്പോൾ തന്നെ വെജി വില്ലയിലൂടെ ഒരു മഴക്കാറ്റ് വീശി. അഭിപ്രായ വ്യത്യാസങ്ങൾ കഴുകിക്കളയുകയും പച്ചക്കറികളെ അവരുടെ പങ്കിട്ട ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പൂന്തോട്ടം തഴച്ചു വളരാൻ തുടങ്ങി. സുഹൃത്തുക്കൾ ക്ഷമാപണം നടത്തുകയും സേനയിൽ ചേരുകയും ചെയ്തു. അവരുടെ അതുല്യമായ കഴിവുകൾ സംയോജിപ്പിച്ച് വളർച്ചയുടെയും രുചിയുടെയും ആശ്വാസകരമായ പ്രദർശനം സൃഷ്ടിച്ചു. ടോമിയുടെ രസം സാമിയുടെ മാധുര്യത്തെ പൂരകമാക്കി. അതേസമയം ചാർലിയുടെ ചടുലമായ നിറം പൂന്തോട്ടത്തെ തിളങ്ങി. ഗോൾഡൻ ലീഫ് അവാർഡിന്റെ ദിവസം വിധികർത്താക്കൾ ഓൾഗ ദ ഉള്ളി, ബെന്നി ദ ഗ്രീൻ ബീൻ ഒരു സർപ്രൈസ് വിജയെ പ്രഖ്യാപിച്ചു. മുഴുവൻ പച്ചക്കറി സമൂഹത്തെയും അവർ വിജയായി പ്രഖ്യാപിച്ചു. ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവരുടെ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവർ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിന്റെയും സ്വാദിഷ്ടത്തിന്റെയും ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചു. അന്നു മുതൽ പച്ചക്കറികൾ അവയുടെ വൈവിധ്യം ആഘോഷിക്കുകയും തികഞ്ഞ യോജിപ്പിൽ സഹകരിക്കുകയും ചെയ്തു. വെജി വില്ലയെ എല്ലാ ദേശത്തെയും ഏറ്റവും ആകർഷകവും മനോഹരവുമായ പൂന്തോട്ടമാക്കി മാറ്റി.